കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് വിനീതമായ നമസ്കാരം. നമ്മൾ പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട്, കല്ലിടിയിൽ അല്ലെങ്കിൽ ശിലാസ്ഥാപനം എന്താണ്, എങ്ങനെയാണ് നടത്തേണ്ടത്? നമ്മൾ വീടിന് പണി ആരംഭിക്കുന്ന മാസം തുടങ്ങി 10ാം രാശിയിൽ, ജ്യോതിഷപ്രകാരമുള്ള 10ാം രാശിയിലാണ് കല്ലിടേണ്ടത്. അങ്ങനെയാണ് സാധാരണ എല്ലായിടത്തും ചെയ്യാറുള്ളത്. ദീർഘവിസ്താരങ്ങളെ കിഴക്ക് തുടങ്ങി പ്രദക്ഷിണമായി 4ആയി വിഭജിച്ച് ജ്യോതിഷപ്രകാരമുള്ള രാശിക്രമം കണക്കാക്കണം. ജ്യോതിഷപ്രകാരമുള്ള രാശിക്രമം എന്താണ്? 12 രാശികളാണ്. കല്ലിടുന്ന സ്ഥലത്ത് ചാണകം മെഴുകി നല്ല ശുദ്ധ വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് സ്വസ്തികം എന്നറിയാമല്ലോ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു പത്മമുണ്ട്. മഞ്ഞൾപ്പൊടിയും വെള്ള അരിപ്പൊടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എപ്പിസോഡിൽ പറഞ്ഞ പോലെ, മൈദാമാവ് കൊണ്ട് കളം വരച്ചിട്ട് ഒരാൾ പറഞ്ഞതാണ് കേട്ടോ. മൈദാമാവിന് വില കൂടുതലാണ്, എഫക്റ്റ് കൂടുതലാണ്, അരിപ്പൊടി കൊള്ളില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്. ഞാൻ ഒരു കർമ്മി പറഞ്ഞതാ, മൈദാമാവ് വെച്ചിട്ട് കോലം വരച്ചല്ലേ കളം വരച്ചിട്ട് പറഞ്ഞതാണ്. മൈദാമാവിന് ഭയങ്കര വിലയാണ്. അതുകൊണ്ട് നല്ല എഫക്റ്റീവ്നെസ് ആണ്. ചില അരിപ്പൊടിയേക്കാളുള്ള എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് അരിപ്പൊടി തന്നെ കാണും. വറപ്പൊടി ഇട്ട് സ്വസ്തിക പത്മം ഇട്ട് അക്ഷതം വിതറിയും അതിൽ കുറുമ്പുല്ല് ഇട്ട് വയ്ക്കുക. കുറുമ്പിലറിയാമല്ലോ നമുക്ക്, ഈ ദർഭ എന്ന് പറയുന്ന സാധനമാണ്. ആദ്യമായി വിളക്കത്ത് ഗണപതിക്ക് ഒരുക്കണം. അതുപോലെ മലരെ പഴം, ഇങ്ങനെ ശർക്കര, ഇങ്ങനെയൊക്കെ. അനന്തരം പീഠം പൂജിക്കണം. ആ പീഠത്തെ പൂജിച്ചിട്ട് പത്മത്തിലേക്ക് അനന്തനെയാണ് ആവാഹിക്കുന്നത്. അനന്തനെ ആവാഹിച്ച് അതിന് ക്രമമുണ്ട്. ആവാഹിച്ച് അതിനുശേഷം സ്ഥാപിക്കുവാനുള്ള ശില, അത് പഞ്ചപുണ്യാഹം കഴിച്ചതാണെങ്കിൽ ഏറ്റവും നല്ലത്. സപ്തശുദ്ധി വരുത്തി പഞ്ചപുണ്യാഹം കഴിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് തളിച്ചതിന് ശേഷം, ശുദ്ധി വരുത്തിയതിന് ശേഷം, ശിലയുടെ താഴെ സ്വർണ്ണാംശം. എന്തിനാ സ്വർണം? ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ധനമൊക്കെ. സ്വർണ്ണം എല്ലാവരും പറയും സ്വർണ്ണം ഇടില്ല, അല്ലെ മറ്റേ സ്വർണ്ണം ഏറ്റവും നല്ലൊരു ലോഹമാണ്. ശരീരത്തിന് ഏറ്റവും നല്ല പവർ ഉണ്ടാകുന്ന ലോഹമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ മോതിരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുക. പഴയ കാലത്തെ രാജാക്കന്മാരിട്ടോണ്ട് നടക്കുക. അത് ഐശ്വര്യ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയാണ്. അതിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ശിലയുടെ താഴെ സ്വർണ്ണാംശം വെച്ചതിന് ശേഷം അനന്തരം ശിലയിൽ ഇളനീരെന്ന് പറഞ്ഞാൽ കരിക്കാടിയിട്ട്, ചെറിയ കരിക്കാടിയിട്ട് ഭൂമി ദേവിയെ ആവാഹിച്ച് പൂജിക്കുക. ആ ഭൂമിയിൽ അവിടെ ശുദ്ധവൃത്തി വരുത്തി ആ 12 ഖണ്ഡങ്ങളാക്കിയതിന് ശേഷം ആ മൂലഭാഗത്ത് ഈ ചാണകം തളിച്ച് മെഴുകി അക്ഷതമിട്ട് കുറുമ്പുല്ല് വെച്ച് പുണ്യാഹം തളിച്ച്, പഞ്ചപുണ്യാഹമാണെങ്കിൽ ഏറ്റവും ഉത്തമം, ഇതെല്ലാം ചെയ്തതിന് ശേഷം അനന്തനെ ആവാഹിച്ച് ഭൂമി ദേവിയെയും സങ്കല്പിച്ച് ഇളനീര് കൊണ്ട് ആടി അവസാനം ഗണപതി വിടർത്തുക. ഗണപതി മാറ്റി തറ കരിങ്കല്ലിലാണ് സാധാരണ പണിതെടുക്കുക. കരിങ്കല്ലിൽ വെച്ചാൽ കൃഷ്ണശിലയിൽ പണിതെടുക്കണമെന്നാണ് പറയപ്പെടുക. പഴയ കാലത്തൊക്കെ കൃഷ്ണശിലയിലാണ്. അത് നല്ല വിശ്വകർമ്മജരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെ കൊണ്ട് നമ്മൾ പണിത് എടുപ്പിച്ചിട്ട് ആദ്യ സ്ഥാപിക്കുന്ന ശിലയും കരിങ്കല്ല് തന്നെ വേണം. അങ്ങനെയാണ് സാധാരണ ചെയ്യുക. ഗൃഹനാഥ അല്ല കാരണവന്മാർ, ആചാര്യന്മാർ, പുരോഹിതന്മാർ, മഹത് വ്യക്തികൾ എന്നിവർക്കെല്ലാം ശിലാസ്ഥാപന കർമ്മം നടത്താം. മഹത് വ്യക്തികൾക്കൊക്കെ ദക്ഷിണ മേടിക്കാൻ അർഹതയുള്ളവരുണ്ട് കേരളത്തിൽ, അല്ലേ? എത്രയോ ആൾക്കാർ ഒരർഹതയും ഇല്ലാതെ കല്യാണത്തിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വിളിച്ചാൽ ദക്ഷിണ കൊടുക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് നാണക്കേട് തോന്നും. കാര്യം, ചേച്ചിക്കൊന്നേ ദക്ഷിണ മേടിച്ചു, ദൈവമേ, അത് എന്തോ അനുഗ്രഹിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ രക്തബന്ധത്തിലുള്ള ആൾക്കാർക്ക് മാത്രം. ഇപ്പോൾ ഫോട്ടോഗ്രാഫർമാരും എല്ലാവരും കൂടി നിന്നിട്ട് ഒരു 500 പേർക്കെങ്കിലും ദക്ഷിണ 3-4 അടുക്ക് വെറ്റ അടയ്ക്കുക, ബാക്കി എല്ലാം കൂടെ വെച്ചിട്ട് ആണ് ദക്ഷിണ കൊടുക്കുക. അത് എങ്ങനെയാണ് വെറ്റില താമ്പൂലം എങ്ങനെ വെക്കേണ്ടതെന്ന് പോലും അറിയത്തില്ല. അടുത്തുള്ള ആൾ, അപ്പുറത്തിരിക്കുന്ന ചേച്ചി, 2 വയസ്സ് പ്രായമുള്ളവർ, ചിലപ്പോൾ ഈ ബന്ധുക്കളിൽ തന്നെ ഈ കല്യാണത്തിന് തടസ്സമുള്ളവർ കാണും. ഈ പയ്യനെ ആഗ്രഹിച്ചോ ഈ സ്ത്രീയെ ആഗ്രഹിച്ചോ ആൾ കാണും. അവർ പരസ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പ് ഇരുന്നിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് അനുഗ്രഹിച്ചേക്കും. പക്ഷേ തലേ തൊട്ട് എന്തോ ചെയ്യുന്നത് ദൈവത്തിന് പോലും അറിയത്തില്ല.
അതുകൊണ്ട് ദക്ഷിണ കൊടുക്കുന്ന അർഹതയുള്ളവർക്ക് വേണം ദക്ഷിണ കൊടുക്കുക. അത് വാങ്ങിക്കാനും അർഹതയുള്ളവർ. പഴയ കാലത്തും പറയുന്നുണ്ട് അർഹതയില്ലാത്തവൻ്റെ എന്തോ ഒരു സാധനങ്ങളൊക്കെ ഒരുക്കി ഒഴിക്കുന്നു, അങ്ങനെയൊക്കെയാണ് പറയപ്പെടുക എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. എനിക്കറിയില്ല ഇതൊന്നും. കാര്യം ഈ കാലത്ത് അങ്ങനൊന്നും ഇല്ല. എന്നാലും സാമാന്യന് അർഹതയുള്ളവന് വേണം ദക്ഷിണ കൊടുക്കാൻ. വെറ്റ പാക്കെ നാണയം കൊടുക്കേണ്ട ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ദക്ഷിണ ഒരു നാണയമാണെങ്കിലും കൊടുത്താൽ അതിന് ഫലം ഉണ്ടാകും, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കട്ടിള വെക്കേണ്ട ഗൃഹനാഥ കാരണവന്മാർ ഒക്കെ. നമുക്ക് കാരണവന്മാരെയൊക്കെ വിളിക്കുകയാണെങ്കിൽ നല്ല മനഃശുദ്ധിയുള്ള കാരണവന്മാർ വേണം. നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാരണവന്മാർ വേണം. വന്നിട്ട് മനസ്സ് മോശമാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ ഗ്രഹസ്ഥൻ തന്നെ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഗ്രഹനാഥൻ തന്നെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു നല്ല വിഷയമായിട്ട് നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.